നമസ്തേ. വിശ്വ ഹിന്ദു പരിഷത്ത് ദേവസ്വം ട്രസ്റ്റിന് കീഴിലുള്ള കലൂർ പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് ഇന്നലെ വ്യാഴാഴ്ച കൊടികയറി. ദിവസത്തെ ഉത്സവത്തിന് ജനുവരി 3-ാം തീയതി ശനിയാഴ്ച ആറാട്ടോടുകൂടി സമാപനം കുറിക്കും. 10 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ കലാപരിപാടികൾ തിരുവുത്സവത്തിന് മാറ്റുകൂട്ടും. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് പള്ളി ഉണർത്തലോടെ നട തുറപ്പും 8 മണിക്ക് ശ്രീ പാർവതി ദേവിക്ക് കലശവും ശ്രീഭൂതബലിയും നടക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് ഭഗവാന്റെ സന്നിധിയിൽ പ്രസാദഊട്ടും ക്ഷേത്ര ഊട്ടുപുരയിൽ ഉണ്ടാകും. എല്ലാ ദിവസങ്ങളിൽ വൈകുന്നേരം 6:30 നിറമാലയും ചുറ്റുവിളക്കും ദീപാരാധനയും നടക്കുന്നത്. രാത്രി 9:30 മുളപൂജയോടും അത്താഴ പൂജയോടും കൂടി നടയടയ്ക്കും. എല്ലാ ദിവസവും പട്ടും താലിയും പറകളും സമർപ്പിക്കാൻ ക്ഷേത്രത്തിൽ സൗകര്യമുണ്ടായിരിക്കും. 3-ാം ദിവസമായ 27-ന് രാവിലെ 9 മണിക്ക് ദക്ഷിണാമൂർത്തിക്കും ഗണപതിക്കും കലശമാടും. 5-ാം ദിവസമായ 29-ന് രാവിലെ 9 മണിക്ക് ചാമുണ്ഡി ദേവിക്ക് കലശമാടും. 6-ാം ദിവസമായ 30-ന് രാവിലെ 9 മണിക്ക് അയ്യപ്പന് കലശമാടും. 7-ാം ദിവസമായ 31-ന് രാവിലെ 9 മണിക്ക് മുരുകന് കലശമാടും. 8-ാം ദിവസമായ 1-ന് രാവിലെ 9 മണിക്ക് പാർവതി ദേവിക്ക് കലശമാടും. രാവിലെ 11 മണിക്ക് ഉത്സവ ബലിയും തിരുവുത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടക്കും. 9-ാം ദിവസം 2-ന് വൈകുന്നേരം 5 മണിക്ക് ചേരാ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ പകൽപൂരം ആരംഭിക്കും. 10-ാം ദിവസമായ 3-ന് ശനിയാഴ്ചയായിരിക്കും ക്ഷേത്രത്തിൽ ആറാട്ട് നടക്കുക. രാവിലെ 9 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയനൂർ പ്രശാന്ത് നാരായൺ നമ്പൂതിരിപ്പാടിന്റെ, ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരു ആറാട്ടുകടവിൽ പന്തീരടി പൂജയോടുകൂടി തിരുവുത്സവത്തിന് കൊടിയിറങ്ങും. ശേഷം ഉച്ചയ്ക്ക് 12:30 ആറാട്ട് സദ്യയും ക്ഷേത്രത്തിലുണ്ടായിരിക്കും. പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം ഡിസംബർ 25-ാം തീയതി ആരംഭിച്ച് ജനുവരി 3-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ധനുമാസത്തിലെ തിരുവാതിരയാണ് ആറാട്ട്. ധനുമാസത്തിലെ തിരുവാതിര ആറാട്ട് വരത്തക്ക രീതിയിൽ 10 ദിവസത്തേക്കാണ് ഉത്സവം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ പ്രശാന്ത് നാരായണ നമ്പൂതിരിപ്പാടിൻ്റെയും ക്ഷേത്രം മേൽശാന്തി ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയുടെയും കർമ്മത്വത്തിലാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വന്ന എല്ലാ പൂജാവിധികളും നടക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം വിവിധ കലാപരിപാടികൾ, ഡാൻസ്, കഥകളി, കഥാപ്രസംഗം, ഓട്ടംതുള്ളൽ തുടങ്ങി എല്ലാവിധ ക്ഷേത്രത്തിന് യോജിക്കത്തക്ക രീതിയിലുള്ള കലാപരിപാടികൾ മാത്രമാണ് നമ്മളിവിടെ ചെയ്യാറ്. എല്ലാ ദിവസവും അന്നദാനം ഉണ്ട്. ഏതാണ്ട് ഒരു 500 പേര് താഴെ, 500 പേരിൻ്റെ മുകളിൽ ദിവസവും അന്നദാനം നടക്കുന്നുണ്ട്. ഉത്സവത്തിന് മാത്രമല്ല, എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ 360 ദിവസവും അന്നദാനം നടക്കുന്ന സ്ഥലമാണ് പാവക്കുളം മഹാദേവ ക്ഷേത്രം. ആറാട്ടിൽ നിന്ന് രാവിലെ ഒരു 12 മണി മുതൽ ആറാട്ട് സദ്യയുണ്ട്.
ഏതാണ്ട് 1000-1500 പേർക്ക് ആറാട്ട് സദ്യയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഉത്സവത്തിനും 2-ാം തീയതിയാണ് പകൽപ്പൂരം. ഒരാനയും മേളത്തോടു കൂടി കലൂർ ചേരാതൃക്കോവിൽ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് മെയിൻ റോഡ് വഴി കലൂർ ജംഗ്ഷനിലെത്തി പാവക്കുളം അമ്പലത്തിൽ വന്ന് പകൽപ്പൂരം അതിഗംഭീരമായി നടത്താറാണ് പതിവ്. ഇത്തവണയും കേരളത്തിലെ വിവിധ വാദ്യകലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മേളവും നടക്കുന്നുണ്ട്. ആ പകൽപ്പൂരം ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം രാത്രി 11 മണിയോടുകൂടി പള്ളിവേട്ടയാണ്. പള്ളിവേട്ട പാട്ടുപുരക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പള്ളിവേട്ട കഴിഞ്ഞ് തിരിച്ചു വന്ന് ഭഗവാൻ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ആറാട്ട് ഇവിടെ ക്ഷേത്രത്തിന് സമീപമുള്ള അമ്പലക്കുളത്തിൽ തന്നെയാണ് ആറാട്ട് നടക്കുന്നത്. ആറാട്ട് കഴിഞ്ഞ് കൊടിയിറക്കലും കഴിഞ്ഞ് ആറാട്ട് സദ്യയോടുകൂടി ഇത്തവണത്തെ ഉത്സവം സമാപിക്കുകയാണ്. ഈ ഉത്സവത്തിലും കലാപരിപാടികളിലും ആറാട്ട് സദ്യയിലും മറ്റും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് ഇത്തവണത്തെ ഈ ഉത്സവം വളരെ ഗംഭീരമായി നടത്തുവാനും എല്ലാവരും അതിനെ പങ്കെടുത്ത് ഉത്സവം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.